ഹായ് ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സൊമാറ്റോൻ്റെ ചെറിയ വീഡിയോ ആയിട്ടാണ്. സൊമാറ്റോയിൽ എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസമായി സൊമാറ്റോയിൽ ഇറങ്ങാതെ വന്നിട്ട് കേട്ടോ. സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്വിഗ്ഗിയിലാണ് പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൊമാറ്റോയിലും പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സൊമാറ്റോയിൽ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 6 മണി മുതൽ രാത്രി 9 മണി വരെ കേട്ടോ ബുക്കിംഗ് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ 10 മണി ടു 11 മണീൻ്റെ സ്ലോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ 6 മണി മുതൽ രാത്രി 9 മണി വരെ വർക്കിന് ഇറങ്ങുന്നത്. അപ്പോൾ സ്വിഗ്ഗിയിൽ പറഞ്ഞാൽ സ്വിഗ്ഗിയിലെ സോണ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സോണ് ചേഞ്ച് ചെയ്താലുള്ള ഇനി സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കുന്നാല സോണിൽ പറ്റ ക്ഷീണമാണ്. ഇപ്പോൾ സൊമാറ്റോ ആയാലും സ്വിഗ്ഗി ആയാലും കുന്നാല സോൺ പറഞ്ഞാൽ ഓർഡർ കുറവാട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് എന്താ പറയുക, അധികം തിരിച്ചു പോകാതെ ആകെ 2 ഓർഡർ എടുക്കുക, 3 ഓർഡർ എടുക്കുക, അങ്ങനെ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ നല്ല സർജുള്ള ടൈമിലൊക്കെ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഒന്നും തീരെ ഓർഡർ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് നമ്മൾ എന്താ പറയുക സെൻട്രൽ സോണിലേക്കോ. നമ്മൾ സോണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 8 കിലോമീറ്റർ ഉണ്ട്. വീട്ടിൽ നിന്ന് സോണിലേക്ക് എത്താൻ വേണ്ടി 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ കുന്നമംഗലം സോൺ ആണെങ്കിൽ ഇതാ ഇവിടെ നിന്നൊരു സൊമാറ്റോ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഓണാക്കാം. സ്വിഗ്ഗി ആണെങ്കിൽ ഒരു 600-700 മീറ്റർ സോണിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സെൻട്രൽ സോൺ ആയതുകൊണ്ട് 8 കിലോമീറ്റർ എന്താ പറയുക അങ്ങോട്ട് പോകണം. ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ സൊമാറ്റോൻ്റെ ബാഗ് ഇതാ സൊമാറ്റോൻ്റെ ബാഗ് വരുന്നത്. സൊമാറ്റോൻ്റെ സ്വിഗ്ഗീൻ്റെ ബാഗ് സ്വിഗ്ഗി ഇതിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സ്വിഗ്ഗിയിലും ഈ ബാഗ് വെച്ചിട്ടാണ് ഓടുന്നത് കേട്ടോ. സ്വിഗ്ഗീൻ്റെ ബാഗ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടിയിൽ സൊമാറ്റോൻ്റെ ബാഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിന് ഇറങ്ങാൻ പോകാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5:40 ആയിട്ടുണ്ട്. ഒരു 6 മണിയുടെ ഉള്ളിൽ സോണിൽ എത്തണം കേട്ടോ. അപ്പോൾ 6 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സോണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോണിലെത്തി കഴിഞ്ഞാൽ സൊമാറ്റോൻ്റെ ആപ്പ് എടുക്കണേ. നമ്മൾ ഇപ്പോൾ ഓൺലൈൻ എടുക്കാം. നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ഇതാട്ടോ നമ്മളെ സോണ് വരുന്നത്. 3 സോണായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെ സോണ് ഇതാട്ടോ ആ നീല ബോർഡർ വരുന്നില്ലേ, ഇതാട്ടോ നമ്മളെ സോണ് വരുന്നത്. കുന്നമംഗലം സോണും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതാണ് നമ്മുടെ കുന്നമംഗലം സോൺ ഉണ്ട് വരുന്നത്. ഇത് രാമനാട്ടിലാണ് കേട്ടോ. ഇപ്പോൾ 4 സോണായിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇറങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. ഇപ്പോൾ കുന്നമംഗലം സോണിലാണ് ഞാൻ ആദ്യം ഓടിയത്. ഇവിടെയാണ് നമ്മൾ ആദ്യം ഓടിയത് കേട്ടോ. നമുക്ക് ആ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നീ വേണ്ടേ ഓർഡർ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. എപ്പോഴാണ് ഓർഡർ അടിക്കുക കാര്യങ്ങൾ അറിയില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ സൊമാറ്റോയിൽ വർക്കിന് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ ആ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സോണ് വരുന്നത് പറഞ്ഞാൽ വയനാടാകുമ്പോൾ സോൺ ഓണാക്കാൻ കഴിയുള്ളൂ കേട്ടോ. വയനാട് ഭാഗം അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 8 കിലോമീറ്ററിൻ്റെ അടുത്തുനിന്ന് അവിടേക്ക് വരണം, എന്നാലേ ഉള്ളൂ സോണിൽ നിന്ന് ഓണാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാട്ടോ ഉള്ളത്. ഏറ്റവും ഓർഡർ അടിഞ്ഞിട്ടൊന്നുമില്ല. 6 മണിക്ക് ഓണാക്കിയതാണ്, 6:08 ആയിട്ടോ അപ്പോൾ സമയം. നമുക്കിതാ 39 രൂപേൻ്റെ ഓർഡർ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബർഗർ ലോഞ്ചിൽ നിന്നാണ് ഓർഡർ അടിച്ചത്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ഓർഡർ കൊടുക്കണേ. അതവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. ലൊക്കേഷന് എന്താ പറയുക ഏകദേശം കിലോമീറ്റർ കാണിച്ചു തരാം. സംഭവം റെഡി ആയിട്ടുണ്ട്, ഫുഡ് റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 500 മീറ്റർ ആട്ടോ ലൊക്കേഷനിലേക്കുള്ളത്. അവിടെ താഴെ തന്നെയാണ് കേട്ടോ. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ കേട്ടോ ബർഗർ ലോഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ എത്തി കഴിഞ്ഞാൽ റീച്ച്ഡ് പിക്കപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിക്കപ്പ് ഓർഡർ 7 മിനിറ്റ് ഇനി സമയമുണ്ട് കേട്ടോ. പിക്കപ്പ് ചെയ്യാനുള്ള റെഡി കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർഗർ ലോഞ്ചിൽ നിന്നാണ് ഫസ്റ്റ് ഓർഡർ കേട്ടോ. ബാഗിൽ ഇതാ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലാട്ടോ ഓർഡർ. മഴയൊന്നും കൊള്ളൂല കേട്ടോ. എങ്ങനെ വെച്ചാൽ നമ്മളെ ഫുഡ് ഇതാ പിക്കപ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഇതാ ഏകദേശം 4.7 കിലോമീറ്റർ കേട്ടോ. 5 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാട്ടോ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ റീച്ച്ഡ് ഡ്രോപ്പ് കൊടുക്കാം നമുക്ക്. നമ്മൾ ഫുഡ് എടുത്തിട്ട് കസ്റ്റമർ കൊടുക്കാം കേട്ടോ. കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ഡെലിവറി കൊടുക്കട്ടോ. നമുക്ക് ഫസ്റ്റ് ഓർഡർ എന്താ ഏകദേശം 51 രൂപയാട്ടോ കിട്ടിയത്. അപ്പോൾ അതിൽ ട്രെയിൻ ചാർജ് 12 രൂപയും ട്രിപ്പ് പേയിൽ
39 രൂപ കേട്ടോ കിട്ടി. അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം കേട്ടോ. നമുക്കിത് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 36 രൂപേൻ്റെ ഓർഡർ പ്ലസ് 12 ട്രെയിൻ ചാർജ് അടക്കാം കേട്ടോ. അപ്പോൾ അക്സെപ്റ്റ് ഓർഡർ കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് ഈ ഹോട്ടലിലേക്കുള്ള മാപ്പ് ഇട്ട് പോകട്ടോ. നമ്മൾ ലൊക്കേഷനിലേക്ക് ഓട്ടെ. ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നോക്കട്ടോ. ലൊക്കേഷനിലേക്ക് 1.3 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. ഹോട്ടൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിക്കപ്പ് കൊടുക്കുക. ഫുഡ് നെറ്റിൽ ഓടാവുന്നില്ല കേട്ടോ. ഫുഡ് റെഡി ആയിട്ടൊന്നുമില്ല. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്ക്. നമ്മളെ ഹോട്ടലിട്ടോ വരുന്നത്. റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് 6 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. 6 മിനിറ്റ് അല്ല, അതിൻ്റെ കൂടുതലായിട്ടുണ്ട്. എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ ലേറ്റ് ആട്ടോ. ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് പോകട്ടോ. നമ്മൾ പിക്കഡ് ഓർഡർ കൊടുക്കാം കേട്ടോ. നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകണേ. മലപ്പുറമാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു 3.4 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഓർഡർ കിട്ടിയതായിട്ട് ഫ്ലാറ്റിലേക്ക് കേട്ടോ. സ്കൈലൈൻ്റെ ഫ്ലാറ്റിലേക്കാണ് ഈ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഏകദേശം എത്ര രൂപേൻ്റെ ഏണിങ്സ് ഉണ്ടായി നോക്കട്ടോ. സർജടക്കം 48 രൂപ കേട്ടോ കാണിക്കുന്നത്. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഓർഡർ ആട്ടോ. അപ്പോൾ 7:10 ആവാനായി. അപ്പോൾ നമുക്കിനി അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 40 പ്ലസ് 14 ഉണ്ട് കേട്ടോ. അപ്പം കഞ്ഞിപ്പുര റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പം അക്സെപ്റ്റ് കൊടുക്കാം കേട്ടോ. ഹോട്ടൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടൊന്നുമില്ല. നമ്മളെ ഹോട്ടൽ ഇതാട്ടോ വരുന്നത്. കഞ്ഞിപ്പുര റെസ്റ്റോറൻ്റ് ആണ്, തൊണ്ടയാടാണ്. നമ്മളെ ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർഡർ വരുന്നത് കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലാണ്. ഓർഡർ റെഡി ആയി സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്, ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ ഏകദേശം എത്ര കിലോമീറ്റർ പോകും കേട്ടോ. 3.7 കിലോമീറ്ററാണ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് കേട്ടോ വരുന്നത്. കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റീച്ച് ഡ്രോപ്പ് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓർഡർ ഡെലിവറി കൊടുക്കാം. കസ്റ്റമർക്ക് ഫുഡ് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കട്ടെ. 52 രൂപയാണ് ഈ ഓർഡറിന് കിട്ടിയ കേട്ടോ. നമുക്ക് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴൊരു ഓർഡർ അടിച്ചു കേട്ടോ. സമയം 8:08 ആയിട്ടോ. അപ്പം നമുക്ക് 41 രൂപേൻ്റെ ഓർഡർ ആട്ടോ അടിച്ച്. ന്യൂസാന റെസ്റ്റോറൻറ്റിൽ നിന്ന് ആട്ടോ അടിച്ച്. അപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ മെഡിക്കൽ കോളേജിലാട്ടോ അത് വരുന്നത്. റെസ്റ്റോറൻറ്റ് വരുന്നത് ന്യൂസാന റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കാറുള്ളത്. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കാം കേട്ടോ. കസ്റ്റമർ ലൊക്കേഷനിലേക്ക് 3.7 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ഡെലിവറി കൊടുക്കുക. തംസ് അപ്പും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത് പറഞ്ഞാൽ 41 രൂപ കേട്ടോ. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക. നമ്മളെ ടൈം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമുക്ക് ഓർഡർ കിട്ടുമോ നോക്കട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ 1.8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഓർഡർ ആട്ടോ എടുത്തത്. അപ്പോൾ അതിൽ 6 മണി ടു 7ൻ്റെ ഗിഗും സ്ലോട്ടും, അതേപോലെ തന്നെ 7 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സ്ലോട്ട് കേട്ടോ ബുക്ക് ചെയ്ത്. അപ്പം 5 മണി മുതൽ 6 മണി വരെയുള്ള സ്ലോട്ട് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ 9 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സ്ലോട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം
ഈ ടൈമിൽ ആ 194 രൂപേൻ്റെ ഓർഡർ ആട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 2 ഗിഗും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 350-400 രൂപേൻ്റെ ഏണിങ്സ് എടുക്കാൻ കഴിയുന്ന കേട്ടോ തോന്നുന്നു, ഓർഡർ ഉണ്ടെങ്കിൽ കേട്ടോ. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാതിരി എന്ന് പറഞ്ഞാൽ ഓർഡർ കുറവാട്ടോ. പണ്ട് പറഞ്ഞാൽ അത്യാവശ്യം ഓർഡർ ഈ ടൈമിൽ തന്നെ 6 മണി മുതൽ രാത്രി 9 മണി വരെ തന്നെ അത്യാവശ്യം ഓർഡർ കാര്യങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. ഒരു 6 മണി മുതൽ ഏകദേശം ഒരു 100-400 രൂപേൻ്റെ ഓർഡർ പണ്ട് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഓർഡർ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും ഏകദേശം ഈ ഏണിങ്സ് ആട്ടോ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇന്ന് 60 രൂപേൻ്റെ പെട്രോൾ കേട്ടോ അടിച്ചത്. അപ്പോൾ ഏകദേശം 4 ഓർഡർ കാര്യങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഇതിലും കൂടുതൽ ആദ്യവും പണ്ടൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ സൊമാറ്റോയിൽ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. 6 മണി മുതൽ 9 മണി വരെയുള്ള വർക്കിംഗ് കഴിയുമ്പോൾ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഓർഡർ പറ്റ കുറവാട്ടോ. അതിന് മാത്രം റൈഡേഴ്സ് ഉണ്ട്. കോഴിക്കോട് സോണിൽ തന്നെ അത്യാവശ്യം റൈഡേഴ്സ് ഉണ്ട് കേട്ടോ, സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പോൾ സ്വിഗ്ഗീൻ്റെ സോണ് ചേഞ്ച് ചെയ്താലും സ്വിഗ്ഗിയിലാട്ടോ വർക്ക് ചെയ്യാം. ഇതിൽ സ്ലോട്ട് കിട്ടാൻ സൊമാറ്റോയിലാണ് സ്ലോട്ട് കിട്ടാൻ പണിയാട്ടോ. അങ്ങനെ നോക്കി നിൽക്കണം, സ്ലോട്ടോ എന്താ പറയുക ഒഴിവുണ്ടോ എന്ന് നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് എന്താ ഇറങ്ങായിട്ടാണെന്ന് തോന്നുന്നു സ്ലോട്ട് കിട്ടാത്ത കേട്ടോ. ബ്ലൂ പാർട്ട്ണർ ആയിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് അതിൻ്റെ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം സ്ലോട്ടുകൾ നമുക്ക് ബുക്കിങ് ചെയ്യാൻ കഴിയും കേട്ടോ. അങ്ങനെയല്ല, സ്ലോട്ടുകൾ ഒഴിവ് ഉണ്ട്. എന്താ പറയുക വർക്ക് ചെയ്യാനുള്ള സ്ലോട്ടുകൾ നമുക്ക് ഒഴിവുണ്ടാവും കേട്ടോ സ്വിഗ്ഗിയിൽ. സൊമാറ്റോ മായി അല്ല, സ്ലോട്ടിങ് കിട്ടുന്നുണ്ട് കേട്ടോ സ്വിഗ്ഗിയിൽ. അപ്പോൾ ഇത് സോൺ ചേഞ്ച് ചെയ്താൽ നമ്മൾ സ്വിഗ്ഗിയിലേക്ക് കേട്ടോ വർക്ക് ചെയ്യാം.